ധന്യനായ കർത്താവിന് മഹത്വം എല്ലാവർക്കും പ്രഭാതവന്ദനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമത്തെ അവിടെ നമ്മൾക്ക് ഗ്രഹിക്കുവാനായി കഴിയുന്നുണ്ട്. ആദിയിൽ ഉണ്ടാക്കിയ ഭൂമി പാഴുശൂന്യമായി തീർന്നതിന് കാരണങ്ങളുമുണ്ട്. ആ ഭൂമി ആർക്കു വേണ്ടി ഉണ്ടാക്കിയതെന്നുള്ളതിനും ആമീസൂത്രം ദൈവവചനത്തിൽ വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്ന ആ ഭൂമിയും 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന കരയ്ക്ക് ഭൂമി എന്ന് പേരിട്ട ഒരു ഭാഗവും നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ ഭൂമി പാഴുശൂന്യമായി തീരുകയും പാഴുശൂന്യമായിരുന്ന ഭൂമിയെ വെള്ളത്താൽ കവർ ചെയ്ത് അതിന് രൂപഭേദം വരുത്തുകയും ചെയ്തു. റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഭൂമി 2 പ്രാവശ്യം സൃഷ്ടിച്ചില്ല, ഒറ്റ പ്രാവശ്യം സൃഷ്ടിച്ചുള്ളൂ. ആദ്യത്തേത് അതിൽ വാഴുവാനായി ഏൽപ്പിക്കപ്പെട്ടിരുന്ന സൃഷ്ടികൾ ദൈവത്തോട് അനുസരണം കാണിക്കുക, അല്ലെങ്കിൽ എന്തോ ഇപ്പോഴത്തെ ഭൂമിയും അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, അഗ്നിക്കായിട്ട് ഈ ഭൂമി സൂക്ഷിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഇതിലെ വാസികൾ ദൈവത്തെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ തന്റെ ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന് യാഗമായി തീർന്നിട്ട് പോലും ആ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ മനസ്സില്ല. പിന്നെ അതിന് വേറൊന്നും ചെയ്യാനില്ല, പിന്നെ ചുട്ടുകളക എന്ന് മാത്രമേ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ആ ഭൂമിയും ദൈവം എന്തായി തീർത്തു? അവിടെ വാണ സകലത്തെയും അവിടെ നിന്ന് മാറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. വേദപണ്ഡിതരുടെ അഭിപ്രായത്തിൽ ആദ്യം ഉണ്ടാക്കിയ ഭൂമി, ആ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഭൂമി എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് ആ ഭാഗം വരെ ലോങ് ഗ്യാപ്പ് ഉണ്ട്. വളരെ ദീർഘവർഷങ്ങളുടെ ഒരു ഇടവേള ആ സമയത്ത് അവിടെ കാണുവാൻ കഴിയും. ഒരുപക്ഷെ ഈ ആദിമ ഭൂമിയിൽ ലൂസിഫറിനും അവന്റെ ആ ഒരു സൈന്യ വ്യൂഹത്തിനും അല്ലെങ്കിൽ അനുയായികൾക്കും താമസിക്കുവാൻ വേണ്ടി ആ രീതിയിലാണ്, എന്ന് പറഞ്ഞാൽ ദൂതന്മാർക്ക് വസിക്കുവാനുള്ള രീതിയിലാണ് ആ ഭൂമിയെ ദൈവം പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ദൂതന്മാർ ദൈവത്തോട് നിഗളിക്കുവാൻ ശ്രദ്ധക്കേട് കാണിക്കുകയും ദൈവത്തെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവകോപം വീണ്ടും അവരിലേക്ക് വരികയും ആ നല്ല ഭൂമിയിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? മാറ്റിക്കളയുകയും ചെയ്തു. പിന്നെ ആ ഭൂമിയെ പാഴും ശൂന്യമാക്കി കളയാതിരിക്കുവാൻ അതിനെ വെള്ളം കൊണ്ട് മൂടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ആ വെള്ളത്തിന്റെ മീത് ദൈവത്തിന്റെ ആത്മാവ് അവിടെ എന്ത് ചെയ്തു? പരിവർത്തിച്ചു കൊണ്ടുവന്നു. വീണ്ടും അവിടെ ഒരു നാശനഷ്ടം, കാരണം അത്ര മനോഹരമായിട്ടായിരിക്കാം ആ എഴുതിയിരിക്കുന്ന ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൂതന്മാർക്ക് വാഴുവാൻ വേണ്ടി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ഭൂമി, അവിടെ മനുഷ്യർക്ക് വസിക്കുവാനായി കഴിയില്ല. അതുകൊണ്ട് അതിനെ വെള്ളം കൊണ്ട് മൂടി പരിശുദ്ധാത്മാവിന്റെ മേൽ പരിവർത്തിച്ചിട്ട്, എന്ന് പറഞ്ഞ് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. പരിവർത്തിച്ചു എന്ന് പറയുമ്പോൾ ആ ഭൂമിയെ വീണ്ടും വേറൊരു സൃഷ്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സൃഷ്ടികൾക്ക് വേണ്ടി, ദൈവം മുന്നമേ കണ്ട ഒരു സൃഷ്ടികൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യാണ്? ആ ഭൂമിയെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ. പിന്നെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വെള്ളങ്ങൾ കൂടി വരട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞു. അവിടെ അതിന് ഭൂമി എന്നും വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അത് ആരംഭത്തിൽ നിന്നുള്ളത്. 2-ാമത്തെ ആ റീകൺസ്ട്രക്ഷനിൽ വരുമ്പോഴത്തേന് ഒരുപാട് ഗ്യാപ്പ് അവിടെ വരുവാനുണ്ട്. ലൂസിഫറിനും അവന്റെ അനുയായികൾക്ക് കൊടുത്ത ഭൂമി അവര് വാഴേണ്ടതുപോലെ അവിടെ വാഴാതിരുന്നപ്പോൾ ആ ഭൂമിയെ, ആ പർദീസ പോലുള്ള ആ ഒരു അനുഭവത്തെ എന്ത് ചെയ്ത് അവരെ ആ പാടെ ഉഴുതുമറിച്ച് എല്ലാം ദൈവത്തിന് വിരോധമായുള്ള പാപത്താലും അനുസരണക്കേടിനാൽ അതിനെ ശാപഗ്രസ്തമാക്കി തീർത്തുക. അപ്പോൾ ആ ഭൂമി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർക്ക് വേണ്ടി മാത്രമാണ് അവിടെ. ആ ഭൂമിയിൽ ഒരുപക്ഷെ ആ സമയത്ത് ഓക്സിജനോ അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഉണ്ടാകണമെന്നില്ല. പിന്നെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേൽ അതിനെ വെള്ളം കൊണ്ട് മൂടുകയും വെള്ളത്തിന്മേൽ പരിവർത്തിക്കുകയും ചെയ്തതിനു ശേഷം ഇന്നുള്ളത് പോലെ ആ ഭൂമിയെ രൂപപ്പെടുത്തി. അതാണ് 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ പാഴും ശൂന്യമായി കിടക്കുന്ന എവിടെയും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ജീവൻ വീണ്ടും ഉണ്ടാകുമെന്ന് നമുക്ക് ഈ വചനങ്ങളിൽ കൂടി ഗ്രഹിക്കുവാനായി കഴിയുന്നുണ്ട്. ദൈവത്തിന് വയതിലെ പാഴുശൂന്യമായിരിക്കുന്ന അനുഭവമാണ്. മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയി ഒരുപാട് ഭക്തന്മാരെ നമുക്ക് കാണുവാനായി കഴിയും.
ഏലിയ ഒരിക്കൽ ചൂരച്ചെടി മരുഭൂമിയുടെ ഒരു അറ്റത്ത് പോയി ചൂരച്ചെടിയുടെ കീഴിൽ കയറി കിടന്നു. എനിക്ക് മരിക്കുക, കാരണം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് ഭയം. അപ്പോൾ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എത്ര വലിയ ആത്മവിശ്വാസം എന്തുണ്ടാകും? മനുഷ്യരിൽ നിന്ന് വരുന്ന ഭയം, അല്ലെങ്കിൽ പൈശാചികൾ അവരെ വെല്ലുവിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഭയം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. പക്ഷെ ദാവീദിനെ നോക്കുമ്പോൾ ഗോലിയാത്ത് അവനെ ഒന്ന് വെല്ലുവിളിക്കുമ്പോൾ ദാവീദിൽ ആ ഭയം കാണുവാനായി കഴിയുന്നില്ല. പക്ഷെ ഈസബേൽ ഏലിയാവിനെ വെല്ലുവിളിച്ചപ്പോൾ എന്തുണ്ടായി? ഏലിയാവിന് ഭയമുണ്ടാകുകയും ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടന്ന് മരിക്കുവാനായി ആഗ്രഹിക്കുകയും. പക്ഷെ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കുവാനല്ല, ദൈവം അവനെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുകയും വീട്ടുപേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ശിഷ്യനായി ഏലിയാവ് എന്ന് പറഞ്ഞ് അവനൊരു അഡ്രസ്സ് കൊടുത്ത് വലിയ അത്ഭുതം ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ച് സത്യദൈവം ആരാണെന്ന് അവനിൽ കൂടി ദൈവം വെളിപ്പെടുത്തുവാൻ കൊണ്ട്. അപ്പോഴും ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ഈ മനുഷ്യൻ വെറും ഒരു സാധുവിന്, ഒരു പാവത്തെ പോലെ, ഒരു ഭീരുവിനെ പോലെ ഓടി ഒളിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായി കഴിയുന്നു. അതേസമയം സെയിം സമയത്ത് തന്നെ നമുക്ക് നോക്കാം, ദാവീദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദിനെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ, ഒരു നായെ പോലെ നിന്നെ എന്ത് ചെയ്യും, ഞാൻ തകർത്തു കളയുമെന്ന് ദാവീദിനോട് പറയുമ്പോഴും അവൻ എന്താണ്? ആത്മശക്തിയിൽ അവൻ സ്വയം അല്ല, ശരിക്കും അവനിലേക്ക് വ്യാപരിച്ചു വന്ന ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നാശകരമായ മണ്ഡലങ്ങൾ പരിവർത്തിച്ച് നാശയോഗ്യമായ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തി വാസയോഗ്യമല്ലാത്തിടങ്ങൾ വാസയോഗ്യമാകുകയും തരിശായി കിടക്കുന്നിടത്ത് ആമീസൂത്രം പ്രത്യുൽപാദനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആമീസൂത്രം സർവശക്തനായ ദൈവത്തിന്റെ ഒരു രൂപമാണ് പരിശുദ്ധാത്മാവ് എന്നൊരു ഭാഗമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ശൂന്യമായിരുന്ന ഭൂമിയെ വീണ്ടും മനുഷ്യയോഗ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം അതിന് മുഴുവൻ ആ പരിശുദ്ധാത്മാവാൻ ദൈവം മാറ്റം വരുത്തി. ദൈവത്തിന്റെ വചന പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിന് ശൂന്യമായി കിടക്കുകയാണോ? ജീവനില്ലാത്ത അനുഭവങ്ങളിൽ കിടക്കുകയാണോ? ഭയത്തിന്റെ അനുഭവത്തിൽ ചൂരച്ചെടിയുടെ കീഴിൽ ആമീസൂത്രം നീ കിടക്കുകയാണോ? മരിച്ചാൽ മതി എന്നാണോ നിന്റെ മനസ്സ് പറയുന്നത്? എങ്കിൽ അങ്ങനെയല്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ നിന്റെ മേൽ പരിവർത്തിക്കും. മറിയോട് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ പരിവർത്തിച്ച് മാറ്റം വരുത്തേണ്ടതിന് മാറ്റം വരുത്തി ജീവൻ വെപ്പിക്കേണ്ടതിന് ജീവൻ വെപ്പിക്കുകയും, ഒരുപക്ഷെ അത് ജീവൻ വെപ്പിക്കുവാൻ ആമീൻ എസ്കേലിന്റെ താഴ്വരയിലും കൊടുങ്കാറ്റും ഭൂകമ്പം അയച്ചതുപോലെ ഒരുപക്ഷെ അല്പമൊക്കെ പ്രയാസങ്ങൾ അതിന്റെ മുമ്പിൽ നിന്റെ ജീവിതത്തിൽ വന്നുപെട്ടാലും നീയോർത്തോണം, ചിലതിന് ജീവൻ വെപ്പിക്കുവാൻ വേണ്ടിയുള്ള ഭൂകമ്പമാണിത്. ചിലതിനെ ആമീസ്വത്രം തേജസ്സുള്ളതാക്കുവാൻ വേണ്ടിയുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൽ നീ ആഗ്രഹിക്കുന്ന, നീ കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ പൈതൽ ഈ ദിവസങ്ങളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ അത് കാണുവാൻ പോവുകയാണ്. വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.